ചില ആൾക്കാർ പറയും ലോകത്ത് എവിടെയോ യുദ്ധം നടക്കുന്നു, അതിന് ഇന്ത്യയിൽ എന്താണ് സമരം നടത്തിയ കാര്യം എന്നൊക്കെ പറയും. പക്ഷെ ഇപ്പം ഇറാൻ അമേരിക്ക യുദ്ധം നടന്നപ്പോൾ നമുക്കിപ്പം ഗ്യാസിന്റെ പ്രശ്നം വന്നപ്പോഴാണ് ഗ്ലോബലി നടക്കുന്ന യുദ്ധങ്ങൾ നമ്മളെയും ബാധിക്കുന്നുണ്ടെന്നുള്ള ഒരു റിയാലിറ്റി നമ്മൾ മനസ്സിലാകുന്നത്. അതുപോലെ ലോകത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ നമ്മുടെയും പൊളിറ്റിക്സിനെയും ബാധിച്ച ഒരു ക്ലിനിക്കൽ എക്സാമ്പിൾ ആണ് ഈ CPM-CPI സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. അത് ആക്ച്വലി ഇതിന്റെ തുടക്കം വളരെ രസകരമായ സംഭവമാണ്. നമുക്കറിയാം, സ്റ്റാലിന്റെ ഭരണത്തിന് ശേഷം ക്രൂസ്ചേവ് സോവിയറ്റ് യൂണിയന്റെ തലപ്പത്തേക്ക് വരുമ്പം സ്റ്റാലിനെ കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങൾ ഈ സോവിയറ്റ് യൂണിയൻ രാജ്യങ്ങളോട് ക്രൂസ്ചേവ് ഒരു പ്രസംഗത്തിലൂടെ പറയുന്നുണ്ട്. പക്ഷെ അത് ലോകത്തിന് പബ്ലിക്കായിട്ട് അവൈലബിൾ ആയിരുന്നില്ല. അത് പുറത്തു വന്നതും ഭയങ്കര രസകരമായൊരു സംഭവത്തിലൂടെയാണ് ആക്ച്വലി. ഇപ്പം ഈ പോളിറ്റ് ബ്യൂറോ ഉണ്ടായിരുന്ന നേതാക്കന്മാർക്ക് മാത്രം ഈ ഒരു പ്രസംഗത്തിന്റെ കോപ്പി ക്രൂസ്ചേവിന്റെ ഓഫീസിൽ നിന്ന് അയച്ചു കൊടുത്തിരുന്നു. അതിൽ ഒരെണ്ണം കിട്ടിയത് പോളണ്ട് അന്ന് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നു. പോളണ്ടിന്റെ പാർട്ടി സെക്രട്ടറിയുടെ ഫസ്റ്റ് സെക്രട്ടറി ലൈക്ക് അസിസ്റ്റന്റ് ഒരു ലേഡി ആയിരുന്നു. അപ്പൊ ലേഡിന്റെ കയ്യിൽ ഈ കോപ്പി കിട്ടിയിരുന്നു. ഈ ലേഡിയുടെ ബോയ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരു പോളിഷ് ജൂ ആയിരുന്നു, യഹൂദനായിരുന്നു. അപ്പൊ അദ്ദേഹം ഗേൾഫ്രണ്ടിനെ കാണാൻ വന്നപ്പോൾ അത് ആ ലേഡിയുടെ ടേബിളിന്റെ മുകളിൽ വളരെ അലസമായിട്ട് ഇട്ടിരിക്കുന്ന ഈ കോപ്പി കണ്ടു. അപ്പം അദ്ദേഹത്തിന് അറിയാം ഇങ്ങനൊരു ഇതിന്റെ ഒരു വില എന്ന് പറയുന്നത്. പുള്ളി വളരെ കാഷ്വലായിട്ട് അദ്ദേഹത്തോട് ഇത് വായിക്കാൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ട് അതെടുത്തോണ്ട് പോയി ഒരു കോപ്പി എടുത്തു. എന്നിട്ട് അതുകൊണ്ട് തന്നെ നേരെ പോയിട്ട് മൊസാദിന്റെ ഓഫീസിലേക്കാണ് പോയത്. ബാക്കി പറയണ്ടല്ലോ, അത് CIA ഓഫീസിലേക്ക് എത്തുന്നു. അങ്ങനെയാണ് ലോകത്തിന് മുമ്പിൽ ക്രൂസ്ചേവിന്റെ ആ പ്രസംഗം പബ്ലിക് ആവുന്നതും സ്റ്റാലിൻ ചെയ്തു കൂട്ടിയ ക്രൂരമായ കാര്യങ്ങൾ ലോകത്തിലേക്ക് എത്തുന്നതും അങ്ങനെയാണ്. അതേ പ്രസംഗത്തിൽ ആക്ച്വലി ക്രൂസ്ചേവ് പറയുന്ന ഒരു കാര്യമാണ് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ആശയം. അപ്പം ഈ വെസ്റ്റേൺ രാജ്യവുമായിട്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള യുദ്ധത്തിലായിരുന്നു സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നത്. അപ്പൊ അതിന് പകരം സമാധാനപരമായ ഒരു സഹവർത്തിത്വത്തിലേക്ക് പോയിക്കൂടെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലേക്ക് നമുക്ക് പോകാം എന്നൊരു സജഷനും കൂടെ ക്രൂസ്ചേവ് വെക്കുന്നുണ്ടായിരുന്നു. ആ ആശയത്തിനെ അനുകൂലിക്കുകയും എതിർക്കുകയും ചെയ്യുന്ന ആൾക്കാരുടെ ഒരു സ്പ്ലിറ്റാണ് ആക്ച്വലി ഈ CPM-CPI സ്പ്ലിറ്റിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്.